السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മാന്യ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയവും കൂടി ജെയ്ത്തൂനെ പറ്റിയാണ്. അതിൻ്റെ കായയും അതിൻ്റെ ഓയിലും. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നാം എടുത്ത പാഠങ്ങൾ, അതിൽ ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് റീസർച്ചുകൾ, അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ പറ്റി, ഔഷധ ഫലങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് പറയുന്നത് വേറെ ഒരുപാട് റീസർച്ചുകളും അവർ കണ്ടെത്തിയ അതിൻ്റെ ഔഷധ ഫലങ്ങളെപ്പറ്റിയും ആണ്. ഇതിനെപ്പറ്റി നാം ദൈനംദിനം എടുക്കുകയാണെങ്കിൽ ഒരു 2 മാസത്തിലധികം നമ്മുടെ ക്ലാസ് നീണ്ടുപോകും. പക്ഷേ അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി 3 ക്ലാസ്സിൽ ഒതുക്കിയതാണ്. അതായത് ഒരു ന്യൂറോ സയൻസിൻ്റെ 2019 നടന്ന വലിയ പഠനത്തിൽ അവർ പറഞ്ഞത്, ഇതിനെ കഴിക്കുന്നവർക്ക്, അതിൻ്റെ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് ഓർമ്മശക്തി കൂടുകയും പഠിക്കാനുള്ള ഒരു ഉന്മേഷം കൂടുകയും അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്യും, സ്കിൽഫുള്ളായിട്ട് പഠിക്കാൻ പറ്റും എന്നാണ് അവർ കണ്ടെത്തിയത്. അതേപോലെ തന്നെ 2017 നടന്ന ഒരു അന്നൽ ഓഫ് ക്ലിനിക്കൽ സ്റ്റഡിയിൽ അവർ കണ്ടെത്തിയത്, ഇത് ന്യൂറോളജിയുടെ പഠനമാണ്. ഇതിനെ ഉപയോഗിക്കുന്നത് കൊണ്ട് ആൽസിമേഴ്സിൻ്റെ രോഗത്തെ തടയാൻ പറ്റും എന്നാണ്. ആൽസിമേഴ്സിനെ പറ്റി എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ, തലച്ചോറിൻ്റെ രക്തം ചലിക്കുന്ന ഞരമ്പുകൾ അത് അവിടെ ഓഫാവുകയും രക്തം ചലിക്കാതിരിക്കുകയും ചെയ്തിട്ട് നാം എല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥ, ഒന്നും തിരിയാത്ത ഒരവസ്ഥ, അത്തരം രോഗങ്ങളെ ഇത് തടയും എന്നാണ് അവർ കണ്ടെത്തിയത്. അതേപോലെ തന്നെ ഒരു ക്യാൻസറിൻ്റെ പഠനത്തിൽ, ദ റിസർച്ച് ഓഫ് അന്നൽ ഓഫ് ഓങ്കോളജി 2018 നടന്ന പഠനമാണിത്. ഇതിൽ അവർ കണ്ടെത്തിയത്, ഇത് ക്യാൻസറിൻ്റെ ജീനുകളെ, ബ്രസ്റ്റ് ക്യാൻസറുകൾ ഉണ്ടാകുന്ന ജീനുകളെ, അത്തരം ക്യാൻസറുകളെ അത് തടയും എന്നാണ്, സപ്രസ് ചെയ്യും എന്നാണ് അവർ കണ്ടെത്തിയത്. ചുരുക്കത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ, സ്ത്രീകൾക്ക് അവരുടെ നെഞ്ചിൻ്റെ 2 ഭാഗത്ത് ഇന്ന് കൂടുതലായി വരുന്ന ആ ക്യാൻസറുകളെ തടയും എന്നാണ് അവർ കണ്ടെത്തിയത്. മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ തീരത്തുള്ള രാജ്യങ്ങളിൽ കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ആ രാജ്യക്കാരിൽ, അവിടുത്തെ സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസറുകൾ, ഈ നെഞ്ചിൻ്റെ 2 ഭാഗത്ത് വരുന്ന ക്യാൻസറുകൾ അത് വളരെ വളരെ കുറവാണ് എന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. അതേപോലെ തന്നെ ഒരു റൂമറ്റോളജിയുടെ പഠനത്തിൽ 2016 പഠനം നടന്ന ഈ സ്റ്റഡി ഓഫ് ഇൻ ദ റൂമറ്റോളജി ജേർണൽ, അവർ കണ്ടെത്തി, ഇത് ഉപയോഗിക്കുന്നവർക്ക് ഈ വാദസംബന്ധമായ രോഗങ്ങൾ മുഖേന ആകെ ഈ പാരലൈസ് വന്ന് ആകെ തളരുന്ന ഈ രോഗങ്ങൾ അത് കുറവായിരിക്കും, അത് കുറയും, അത് ഉണ്ടാവുകയില്ല. അവർക്ക് വേദനകളും വീക്കങ്ങളൊക്കെ അത് തടയും. ഇത്തരം ഓയിലുകളും അതിൻ്റെ ഓയിലുകൾ ഉപയോഗിക്കലും അതേപോലെ തന്നെ കായ കഴിക്കലും. നേരിട്ട് പൊതുവെ ആ കായ കഴിക്കലില്ല, അത് കൂടുതൽ കയ്പ്പാണ്. അതുകൊണ്ട് അറബ് രാജ്യങ്ങളൊക്കെ കാണാം, അതിൻ്റെ അച്ചാറുകൾ, ഉപ്പിലിട്ട അച്ചാറ് കഴിക്കുമ്പോഴേക്ക് ഉപ്പ് പറ്റാത്തവർക്ക്, രക്തസമ്മർദ്ദമുള്ളവർക്ക്, ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അത് കുറച്ച് സൂക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ ഓയിലിൽ, അതിൻ്റെ എണ്ണയിൽ യാതൊരു പാർശ്വഫലവും ഇല്ല, മറ്റൊന്നിലും ഇല്ല. ചിലപ്പോൾ ഉപ്പ് കൂടുതലുള്ളത് കൊണ്ടാണ്, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ മതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 2019 നടന്ന
ദ സ്റ്റഡി ഓഫ് യൂറോപ്യൻ ജേണൽ ഓഫ് ക്യാൻസർ പ്രിവെൻഷൻ. ഈ പഠനത്തിൽ അവർ കണ്ടെത്തി, അതിലും അവർ പറഞ്ഞത് ഇത് സ്ത്രീകളുടെ സ്തനങ്ങളിൽ വരുന്ന ആ ക്യാൻസറുകളെ തടയാൻ വളരെ ഉത്തമമാണ് എന്നാണ് അവരും കണ്ടെത്തിയത്. ഇത് വേറെ ഒരു പഠനമാണ്. 2016 നടന്ന ഒരു പഠനം, ദ പബ്ലിക്കേഷൻ ഇൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജി, അതിൽ അവർ കണ്ടെത്തിയത് ഇത് സ്കിൻ ക്യാൻസർ, അതായത് ചർമ്മങ്ങളിൽ വരുന്ന ക്യാൻസറുകളെ തടയാൻ വളരെ നല്ലതാണ്. ഇന്ന് കൂടുതലായും ചർമ്മങ്ങളിൽ ക്യാൻസറുകൾ കാണപ്പെടുന്നുണ്ട്, തോലുകളിൽ. കാരണം കൂടുതലായി നാം പല ഹെവിയായ അൾട്രാ വയലറ്റ് പോലെയുള്ള കിരണങ്ങൾ, ആഘാതങ്ങൾ ഏൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ കാണുന്നത് കൂടുതലാണ്. അത്തരം സ്കിൻ ക്യാൻസറുകളെ തടയാൻ വളരെ നല്ലതാണ് എന്നാണ് കണ്ടെത്തിയത്. അതേപോലെ തന്നെ ഒരു പഠനത്തിൽ ഈ സ്റ്റഡി ഇൻ മോളിക്യുലർ ആൻഡ് സെല്ലുലർ ഓങ്കോളജി, അതിൽ അവർ കണ്ടെത്തിയത് അത്തരം ഇങ്ങനെ ക്യാൻസർ വരുന്ന സെല്ലുകളെ അതൊന്ന് അമർത്താൻ വളരെ നല്ലതാണ്, ക്യാൻസറിനെ തടയാൻ വളരെ നല്ലതാണ് എന്നാണ് കണ്ടെത്തിയത്. അതേപോലെ തന്നെ ജേണൽ ഓഫ് ക്ലിനിക്കൽ എൻഡോക്രോണോളജി ആൻഡ് മെറ്റബോളിസം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ പഠനത്തിൽ 2012 ഇത് നടന്നത്. അതിൽ അവരെ കണ്ടെത്തി ഇത് കഴിക്കുന്നവർക്ക് അവരുടെ എല്ലിന് വലിയ ഒരു ശക്തി നൽകും. എല്ല് ഇന്ന് കൂടുതലായി പെട്ടെന്നായി പൊട്ടിപ്പോകുന്ന, അതിന് ഫ്രാക്ചർ വരുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. അതുകൊണ്ട് അത്തരം അവസ്ഥ ഉണ്ടാവുകയില്ല. ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള എല്ലിന് ബലാക്ഷയം വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. അറബ് രാജ്യങ്ങളിൽ ചെറിയ കുട്ടികൾക്ക് പോലും ചിലപ്പോൾ മേലേന്ന് വീണ് പോയാൽ പോലും അവരിൽ എല്ല് പൊട്ടുന്ന അവസ്ഥകൾ കാണുന്നത് വളരെ കുറവാണ്. കാരണം ചെറുപ്പം മുതലേ അവർ ഇത് ദൈനംദിനം കഴിക്കുന്നവരാണ്. അത്രമാത്രം പ്രാധാന്യം ഇതിനുണ്ട്. അതേപോലെ തന്നെ ഈ പ്രമേഹത്തിൻ്റെ പഠനത്തിൽ സ്റ്റഡി ഇൻ ദ ഡയബറ്റിക്സ് കെയർ ജേണൽ 2015 നടന്ന പഠനത്തിൽ അവർ കണ്ടെത്തി ഈ ഒലിവ് ഓയിൽ കഴിക്കുന്നവർ അവർക്ക് ഈ പ്രമേഹം, ഈ ഷുഗറിൻ്റെ മധുരത്തിൻ്റെ രോഗം ക്രമേണ കുറയും എന്നാണ്. അതുകൊണ്ട് ആരും മരുന്ന് വാങ്ങാതിരിക്കണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. മരുന്ന് വാങ്ങിക്കണം, ഡോക്ടറെ കൊണ്ട് ചെക്കപ്പ് ചെയ്യിപ്പിക്കണം. പക്ഷേ ഇത്തരം കഴിക്കുന്നത് കൊണ്ട് രോഗങ്ങൾ ദൂരത്താകുന്നു, ഉള്ള രോഗങ്ങൾ കുറയുന്നു എന്ന് മാത്രം. അതേപോലെ തന്നെ വേറെ ഒരു പഠനം, അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ 2018 നടന്ന ഈ പഠനത്തിൽ അവർ കണ്ടെത്തി ഇത് വലിയ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് ഇത് മുഖേന നമ്മുടെ തല ഓട്ടിലേക്കുള്ള രക്തപ്രവാഹങ്ങൾ നന്നായി നടക്കും. അവിടെ വരുന്ന പല ജാതി രോഗങ്ങളെ അത് തടയും. മുടികൊഴിച്ചൽ പോലെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ഈ പേനിനെ തുരത്താൻ ഏറ്റവും നല്ല ഔഷധമാണ് ഈ സൈത്തൂൻ ഓയിൽ തേക്കുക എന്നും വേറൊരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2017 നടന്ന ഒരു പഠനം, യൂറോപ്യൻ ജേണൽ ഓഫ് ന്യൂട്രീഷൻ, അവരും പറയുന്നത് ഇങ്ങനെയുള്ള ഓക്സിഡേറ്റീവ് ഡാമേജുകളെ ഒക്കെ ഇല്ലാണ്ടാക്കാൻ, അതിനോട് ഫാറ്റ് ചെയ്യാൻ ഇത് വളരെ നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് വേറെയും പഠനങ്ങളുണ്ട്. ഇത് നമ്മുടെ ഫൈനൽ ക്ലാസ്സാണ്, അതിനൊക്കെ പറയാൻ ഇവിടെ സമയമില്ല. വേറെ അനേകം പഠനങ്ങളുണ്ട്. ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അതിൽ നിങ്ങൾ നേരെ നോക്കിയാൽ, പരിശോധിച്ചാൽ ഇതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ അവിടെ അതിലുണ്ട്. അതുപോലെ തന്നെ യൂസുഫ് ഹാജൽ അൽ അഹമ്മദ്, അദ്ദേഹം എഴുതിയ ഇംഗ്ലീഷിൻ്റെ അതിന് വേർഷൻ ഉണ്ട്, അറബിയിൽ 2 മുജല്ലദ് വോളിയുള്ള കിതാബുണ്ട്.
അതിൽ അദ്ദേഹം ഇതിനെപ്പറ്റി, ഇതിൻ്റെ പഠനങ്ങളെപ്പറ്റി, മെഡിക്കൽ ബെനിഫിറ്റ്സുകളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലോകത്തിലെ ഹാർട്ടിൻ്റെ ഡോക്ടർമാരിൽ ഏറ്റവും വലിയ ഡോക്ടർമാരിൽ ഒരു ഡോക്ടറായ ഡോക്ടർ ഹസ്സാൻ ഷംസി പാഷയും അദ്ദേഹം എഴുതിയ ഈ ഒലീവ്സിനെ പറ്റി എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ ഇതിൻ്റെ മെഡിക്കൽ ഫലങ്ങളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അനേകം ഗ്രന്ഥങ്ങളിലും പഠനങ്ങളിലും തെളിയിച്ച ഒരു കാര്യമാണ്. അല്ലാഹു തആല 14 സെഞ്ച്വറിക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിൽ 7 സ്ഥലത്ത് പറഞ്ഞു. ഒരു സ്ഥലത്ത് ഇൻഡയറക്റ്റ്ലിയും 6 സ്ഥലത്തും ഡയറക്റ്റ്ലിയുമായിട്ട് അല്ലാഹു തആല ഇതിനെപ്പറ്റി പറഞ്ഞു. അത് ഒരു ബറക്കത്താകപ്പെട്ട മരത്തിൽ നിന്നുള്ളതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിൻ്റെ മെഡിക്കൽ ഫായിദകളെപ്പറ്റി, ഔഷധ ഫലങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അത് ഒരു ബറക്കത്താകപ്പെട്ട മരത്തിൽ നിന്നുള്ളതാണ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. ഈ അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവിടെ വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ്. പക്ഷേ പലരും അതിനെപ്പറ്റി അത്ര ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് ഒരു ഖേദകരം തന്നെയാണ്. ഇത്രയും വലിയ ഔഷധമാണ് നിങ്ങളുടെ ചുറ്റുഭാഗത്തും അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതിനെ കൂടുതലായി ഉപയോഗിക്കാൻ വേണ്ടി നാം തുനിയണം. അറബികൾക്ക് പല രോഗങ്ങളും വലിയ അപകടകരമായ രോഗങ്ങളും അവർക്ക് ഇല്ല. കാരണം ദൈനംദിനം ഇതാണ് അവർ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഈത്തപ്പഴം, അതേപോലെ തന്നെ അത്തിപ്പഴം, അതേപോലെ തേന്, പിന്നെ ജർജീർ, ബൈദൂനസ്, കസ്കസ് പോലെയുള്ള ഇലകൾ, ഇങ്ങനെ നല്ല നല്ല ഭക്ഷണങ്ങളാണ് അവർ കഴിക്കുന്നത് കൊണ്ട് അവർക്ക് പലർക്കും, അധിക പേർക്കും രോഗങ്ങളില്ല. ഇപ്പോൾ പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് വന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നാം കണ്ടെടുത്തോളം അവർക്ക് രോഗങ്ങൾ വളരെ കുറവാണ്. ഇതൊക്കെ ഈ ഞാൻ പറഞ്ഞ അവർ കഴിക്കുന്ന ഫുഡുകളൊക്കെ പ്രവാചക വൈദ്യത്തിൽ, പ്രോഫറ്റിക് മെഡിസിനിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചതായും പറഞ്ഞതായും നമുക്ക് ധാരാളം കാണുന്നുണ്ട്. അതിൽ പലതും അവർ ദൈനംദിനം ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് രോഗങ്ങളില്ലാതെ കൊണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ നാം തേടിയെത്തി ഇത് കഴിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹു തആല നല്ലത് നമുക്ക് ചെയ്യുവാനും നല്ലത് പറയുവാനും ലോക ജനങ്ങൾക്ക് നല്ലത് വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.